എപ്പോഴും പോസിറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ പോസിറ്റീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ആയിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് പണത്തിൻ്റെ ബ്ലോക്ക് മാറി നമുക്ക് എവിടെന്നെങ്കിലും പൈസ വന്നിരിക്കും. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക, അതായത് സൗണ്ടിൻ്റെ പ്രശ്നം വരിക, വണ്ണം പെട്ടെന്ന് വരിക, അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ ഈ വിശുദ്ധി ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യും. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻമഠം. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഡൗൺ ആയി തോന്നുക, നമുക്ക് ആകെ ദുഃഖം വരിക, വിഷമം വരിക ചെയ്യുകയാണെങ്കിൽ ഏതിനെ പറ്റിയാണോ ചിന്തിക്കുന്നത്? ഇപ്പോൾ ധനം, നമുക്ക് EMI അടയ്ക്കണം, കാര്യങ്ങൾ അടയ്ക്കണം. ഇപ്പോൾ എല്ലാവർക്കും EMI ആണല്ലോ, അടയ്ക്കാനുള്ള പൈസ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ഉടനെ തന്നെ വിനായകരെ വിളിക്കുക, മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുക. എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും? ഒരു 2-3 പ്രാവശ്യം നമ്മൾ ദീർഘശ്വാസം എടുക്കുക. ദീർഘശ്വാസം എടുത്തിട്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ മൂലാധാരം, അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ അടിയിലുള്ള മൂലാധാരത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അത് റെഡ് കളറാണ്, ആ കളറിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, കളർ എന്തോ നമ്മൾ ചിരിക്കേണ്ട, അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ആയിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് പണത്തിൻ്റെ ബ്ലോക്ക് മാറി നമുക്ക് എവിടെന്നെങ്കിലും പൈസ വന്നിരിക്കും. ഇത് അനുഭവമാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണ് പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ലവേഴ്സിൻ്റെ ആണത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരിക, വിഷമം വരികയാണ്, നമ്മുടെ ദേഷ്യം വരികയാണെങ്കിൽ ഒട്ടനെ സൈലൻ്റായിട്ടിരിക്കുക, ഒരു എവിടെയെങ്കിലും ഇരിക്കുക, ദീർഘനിശ്വാസം വിടുക, ആ സ്വാധിഷ്ഠാന ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്ത് കുറച്ച് നേരം അതിലേക്ക് ശ്വാസത്തെ നമ്മൾ വിട്ടതായിട്ട് സങ്കല്പിക്കുക. തീർച്ചയായിട്ടും മാറ്റം വരും. നമ്മൾ എഴുന്നേൽക്കുമ്പോഴും വലത്തോട്ട് തിരിഞ്ഞാണ് എഴുന്നേൽക്കേണ്ടത്. അത് കാരണം ഇടതുവശത്താണ് നമ്മുടെ ബ്രെയിൻ കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവും. വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിരുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക, ഉറങ്ങിപ്പോകാതെ ഇരിക്കുക. അതിന് ശേഷം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഏത് സമുദായമായാലും എന്തായാലും ശരി, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. സമ്പൽ സമൃദ്ധിയോടും പൂർണ്ണ ആരോഗ്യത്തോടും എനിക്ക് എതിർക്കാൻ സാധിച്ചതിന് നന്ദി. ഈ വാക്ക് 3 പ്രാവശ്യം പറയാം. അതേപോലെ ഒരു അഫർമേഷൻ വാക്കുകള. അതേപോലെ നമ്മൾക്ക് ആഗ്രഹം എന്താണുള്ളത് ആ ആഗ്രഹം സാറ്റിസ്ഫായി പറയാം. ഇപ്പോ ചിട്ടിയുടെ നറുക്ക് വരും, എനിക്ക് ഈ ചിട്ടിയിൽ ഇത്ര നറുക്ക് വരും, സന്തോഷം, നന്ദി. എനിക്ക് എൻ്റെ കുടുംബത്തോട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ച നന്ദി. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം പഴയ കാലത്ത് അമ്മയും കരയ്ക്കുമ്പോൾ അമ്മയുടെ നടുക്കത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കുഴിഞ്ഞിരിക്കുന്നതാണ്. എന്നുമാതിരി നമ്മുടെ ശരീരത്തിനും വ്യായാമം അത്യാവശ്യമാണ്. വ്യായാമവും ഭക്ഷണവും മെഡിറ്റേഷനും എല്ലാം ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യങ്ങളാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ ചിലർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, എങ്കിലും സൈലന്റ് ആയിട്ട് 10 മിനിറ്റ് ഇരിക്കാൻ സാധിക്കില്ലേ? അങ്ങനെയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അന്നത്തെ ദിവസം മുതൽ പോസിറ്റീവ് ആവും. ചിലപ്പോൾ പറയില്ലേ, എനിക്ക് മൂഡ് ഓഫ് ആകുന്ന പറയും. പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു മൂഡ് ഓഫ് ഉണ്ടാകുന്ന സംഭവമില്ല. ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ല കേട്ടോ എന്ന് പറയാൻ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞത് എനിക്കങ്ങനെ ഉണ്ടാവാറില്ല. കാരണം നമ്മളെപ്പോഴും ഈ നമ്മുടെ കാരണവന്മാർ പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഭക്ഷണത്തിന്റെ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വിഷമം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ അതിന് സൂര്യഭഗവാനെ വിചാരിക്കുക, നമ്മുടെ മണിപൂരകത്തിനെ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ കഴിയുന്നിടത്തോളം ബാഡ് വേർഡ്സ് ഒന്നും പറയാതിരിക്കുക. രാവിലെ 1 മണിക്കൂറെങ്കിലും നമ്മൾ നല്ല വാക്കുകൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുകയും പറയുകയും ചെയ്യില്ല, നല്ല വാക്കുകൾ മാത്രം. കുട്ടികളെ പോലും വഴക്ക് പറയാതെ അവർ ശാന്തമായിട്ട് അവരെ ഓരോ കാര്യങ്ങളും, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വീട്ടിൽ ബഹളമായിരിക്കും രാവിലെ, അറിയാം, എങ്കിലും അവരോട് ശാന്തമായിട്ട് സമീപിക്കുക. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ നാരായണ മന്ത്രം ജപിക്കുക. രാവിലെ എപ്പോഴും പല്ല് തേച്ച് മുഖം കഴുകി പൊട്ടു തൊട്ട ശേഷം മാത്രമേ അടുക്കളയിൽ കയറാവൂ. എഴുന്നേറ്റ ഉടനെ അടുക്കളയിൽ കയറരുത്. കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കാൻ അസുഖമുള്ളവർക്ക് പറ്റില്ല, കുളിക്കാൻ സാധിക്കും, വേണ്ട. അടുക്കളയിൽ കയറി നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക. ആ ഭക്ഷണത്തിൽ എപ്പോഴും ഒരു ദൈവാധീനമുണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത് കഴിക്കുന്നവർക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ തോന്നില്ല. കുട്ടികളായാലും വഴിവഴച്ചു പോവുക, ചീത്തയായി പോവുക, അല്ലെങ്കിൽ വേറൊരാളെ സ്നേഹിക്കാൻ പോവുക, ഇതൊന്നും സംഭവിക്കില്ല. നമ്മുടെ അടുക്കളയാണ് ഒരു ദേവാലയം. ആ അടുക്കളയിൽ തന്നെ നമ്മൾ എപ്പോഴും ശാന്തവും സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്താൽ ആ അടുക്കള തന്നെ ഒരു പുഷ്ടിമയായിരിക്കും. അടുക്കളയിലും ഓരോ സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങൾ നമ്മൾ അനുസരിച്ച് വേണം വെക്കാനായിട്ട്. അതായത് ഉപ്പ് വയ്ക്കുന്നിടത്ത് വെളിച്ചെണ്ണ വെച്ചുകൂടാ, ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ വച്ചുകൂടാ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കും നല്ലതാണ്. നെക്സ്റ്റ് ആണ് അനാഹൃതം. ഇപ്പൊ നമ്മൾ ആരും കണ്ടിട്ട് മിണ്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ഫംഗ്ഷന് പോയി,
ആൾക്കാർക്ക് നമ്മളൊരു വിഷമം തോന്നിയിരിക്കുക. ഒന്നും വേണ്ട, നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോയിരുന്ന മറ്റുള്ളവർ കാണാത്ത സ്ഥലത്ത് പോയി ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം കുറച്ചു നേരം ആ അനാഹൃചക്രം ഹാർട്ട് ചക്രത്തെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. പച്ച കളറാണ്. ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെത്താനെ വന്ന് ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ ശിവായ ക്ലീം ശിവായ ക്ലീം ശിവായ ക്ലീം എന്ന് മനസ്സിൽ ജപിക്കുക. ക്ലീം എന്ന് പറഞ്ഞാൽ അതൊരു വശ്യ മന്ത്രമാണ്. അപ്പൊ നമ്മളെല്ലാവരും വന്ന് ഇഷ്ടപ്പെടും, ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. ഇതാണ്. ബഹുമാനിച്ചില്ലെങ്കിൽ വേണ്ട, ചിരിക്കുകയും ചെയ്യും, ഉറപ്പാ. അത് തന്നെ മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ജോലിക്ക് പോയില്ലെങ്കിലും ശരി, ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ലതാണ്. ഇപ്പോ സൺഡേ ആണ്, ഞായറാഴ്ച ദിവസമാണ്, സൂര്യ പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പോൾ റെഡ്, ഓറഞ്ച്, റോസ് ഈ കളറുകൾ ധരിച്ചാൽ വളരെ ഐശ്വര്യപ്രദമാണ്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ചന്ദ്രന് പ്രധാനമുള്ള ദിവസമാണ്. ആ ദിവസങ്ങളിൽ വെള്ള, വൈറ്റ്, ക്രീം ധരിച്ചാൽ നമ്മൾ. ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ചുമപ്പ്, ഭദ്രകാളി ദിവസം, മുരുകന്റെ ദിവസം. ഈ ദിവസങ്ങളിൽ നമ്മളെപ്പോഴും ചുമപ്പ് ഡ്രസ്സ്, ചുമപ്പ്, ഓറഞ്ച്, റോസ്, ചുമന്നതിനോട് ധരിക്കുന്നൊന്നുമില്ല, ഉണ്ടായാലും മതി. അടുത്ത ബുധനാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ബുധൻ പച്ച കളറാണ്. പച്ച കളർ ഡ്രസ്സുകൾ, പച്ച ചേർന്ന ഡ്രസ്സുകൾ, ഈ പച്ച കളറിലൊക്കെ അതൊക്കെ ചെയ്താൽ ആ ബുധന്റെ അനുഗ്രഹത്തിന്റെ മുഖ്യാണ്. പ്രജ്ഞ, മേധാ, പ്രതിഭ അത് രാവാറുണ്ട്. അതൊക്കെ നമുക്ക്. വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? ബൃഹസ്പതി. ആ ദിവസം മഞ്ഞ കളർ ധരിക്കുക. മഞ്ഞ എന്ന് പറഞ്ഞാൽ സ്വർണം, ഐശ്വര്യം ആണ് ആ ധരിക്കുക. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ വളരെ ശാന്തതയും ശുക്രനെ ബലമുള്ള ദിവസം. അത് വെളുത്തതോ വെള്ള വസ്ത്രത്തെ പൂക്കളുള്ളതോ ക്രീം കളറോ ധരിച്ചാൽ നന്നായി. ശനിയാഴ്ച, ശനീശ്വരന്റെ പ്രാധാന്യമുള്ള ശനിയാഴ്ച, അത് നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായി. ഇങ്ങനെ ഓരോ ആഴ്ചകൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കുകയും ഓരോ ആഴ്ചകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും, ഞായറാഴ്ച ശിവക്ഷേത്രത്തിന്, തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ പോവാം, ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവാം, ബുധനാഴ്ച ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ, മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകാം, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോകാം, വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോകാം, ശനിയാഴ്ച ശാസ്താവിന്റെ, ശിവന്റെ, ഹനുമാന്റെ അമ്പലത്തിൽ പോവാം. ഇങ്ങനെ നമ്മളെ ഓരോ ദിവസങ്ങളും ഓരോ രീതികൾ ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കുമ്പോൾ വിദ്യാഭ്യാസത്തോടെ വീട്ടിൽ പോകാനും ധനമുണ്ടാവാനും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം കൊണ്ടും വളരെ നല്ലതായിരിക്കും പങ്ക്ച്വാലിറ്റിയുള്ള ജീവിതം. ഇനിയാണ് ഇൻഡ്യൂഷൻ. അത് ഇൻഡ്യൂഷനൊക്കെ നമ്മളെപ്പോഴും ആക്ടിവേറ്റ് ആവാറില്ല, പ്രശ്നമില്ല. തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ വരിക, അതായത് സൗണ്ടിന്റെ പ്രശ്നം വരിക, വണ്ണം പെട്ടെന്ന് വരിക, അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ ഈ വിശുദ്ധി ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുക. കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, നമുക്ക് ദുഃഖം വരിക, വിഷമം വരികയൊക്കെ ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ ആജ്ഞാചക്രത്തിലേക്ക് ക്ലീം ക്ലീം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടദേവനെ കൃഷ്ണനാണ്, ഈ കണ്ണ കൃഷ്ണ കൃഷ്ണ എന്നാണ് ഈ ഭഗവാൻ നമ്മുടെ ഈ ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഹനുമാനണി ആഞ്ജനേയ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായി. ഒരു മരുന്നും കഴിക്കേണ്ട, ഏത് ഹോസ്പിറ്റലിലും പോകണ്ട, എവിടെയും പോകണ്ട, MRI സ്കാൻ ഒന്നും ചെയ്യേണ്ട. ഈ ചക്രങ്ങളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ശകുനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്നത്തെ ദിവസം എന്താണാവോ ഞാൻ കണ്ടത്, എന്താണാവോ, എന്തോ കണ്ടോട്ടെ, നമ്മളെപ്പോഴും വീട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കുക. തിരുപ്പതി ഭഗവാന്റെയോ ഗണപതിയുടെയോ മഹാവിഷ്ണുവിൻ്റെയോ ഉണ്ണിക്കണ്ണൻ്റെയോ ആരെങ്കിലും ഫോട്ടോ വയ്ക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഐശ്വര്യമാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്ത് കണി കണ്ടാലും പ്രശ്നമല്ല, സൂര്യഭഗവാനെ കാണാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂര്യഭഗവാനെ കണ്ട് തൊഴാം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിമിത്തം എന്നൊരു പ്രശ്നം നമുക്ക് ജീവിതത്തിൽ വരുന്നില്ല. അടുത്ത കാലത്തും വരില്ല. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ല ഐശ്വര്യം ഉണ്ടാവുള്ളൂ, എപ്പോഴും നെഗറ്റീവ് ഉണ്ടാവാതെ സാധിക്കും. ഈ ശകുനങ്ങൾ പലവിധത്തിലുണ്ട്. ഇപ്പം ഇതൊന്നും സാധിച്ചില്ല, ഓടി ഇറങ്ങി പുറത്തേക്ക് പോവാണ്. നമുക്ക് ശകുനങ്ങൾ പലവിധത്തിലുണ്ട്. 2 ബ്രാഹ്മണരെ കാണുക, അത് വിശദമായിട്ടാണ് ശകുനശാസ്ത്രം തന്നെയുണ്ട്. 2 ബ്രാഹ്മണരെ കാണുക, മീൻ കച്ചവടക്കാരെ കാണുക, മീൻ കാണുക, പാമ്പിനെ കാണുക, കയറിട്ട ആളെ കാണുക. ഇതൊക്കെ നല്ല നല്ല നിമിത്തങ്ങളാണ്. ചീത്ത നിമിത്തങ്ങൾ ധാരാളമുണ്ട്.
ചീത്ത നിമിത്തങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമഃശിവായ ചൊല്ലുക. പിന്നെ എപ്പോഴും രാമ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നന്മകളുണ്ടാവും. ഇപ്പൊ പണ്ടൊക്കെ ഞങ്ങൾക്ക് എൻ്റെ അച്ഛാമ്മയൊക്കെ പറയുമായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയ പട്ടിയെ കണ്ടാൽ രാമരാമ ജപിക്കാൻ പറയും. അടിക്കില്ല പട്ടി. രാമ 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 എന്ന് ജപിച്ചാൽ തന്നെ പട്ടി അടിക്കില്ല. കാരണം താരക മന്ത്രമാണ് രാമ. നാരായണ രായും നമശിവായനുമായി ചേർന്നാണ് രാമ. അപ്പൊ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഒരേപോലെ അനുഗ്രഹം ലഭിക്കാൻ രാമരാമ ജപിച്ചാൽ നല്ലതാണ്. രാമരാമ ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമ്മളിലുണ്ടാവും. ഹനുമാൻ സ്വാമിക്ക് സാധിക്കാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല. ആഞ്ഞു വിളിച്ചാൽ കൂടെ പോരുന്നവൾ. അത്രത്തോളം ശക്തിയുള്ള ദേവനാണ് ഹനുമാൻ സ്വാമി. അപ്പം ഇങ്ങനെയുള്ള ചിട്ടകളൊക്കെ നമ്മൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവില്ല, സന്തോഷം സമാധാനം ഉണ്ടാവും. വണ്ടിയൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ചെക്ക് ചെയ്യും, പെട്രോൾ ഉണ്ടോ ഡീസൽ ഉണ്ടോ അല്ലെ പഞ്ചറാണോ എല്ലാമായി നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാവരും സംബന്ധിച്ച് കൂടുതലായിട്ടും വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് വരുന്നത് എൻ്റെ സ്നേഹമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല, പിന്നെ ഭർത്താവിന് ഇഷ്ടമല്ല. ഈ ചക്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ആ ചക്രങ്ങൾ ഏതാണോ ബുദ്ധിമുട്ട് വരുന്നത് ആ വശത്തേക്ക് ഇപ്പം അതിനെപ്പറ്റി അറിഞ്ഞുകൂടെങ്കിലും വെറുതെ ദീർഘശ്വാസം വിടുക. ഇതൊന്നും അറിയില്ല, ചക്രങ്ങളൊന്നും എനിക്കറിയില്ല എന്നിരിക്കാം. ചക്രം അറിയില്ല, ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ തന്നെ വിഷമം വന്നതും മൂഡ് ഓഫ് വരുമ്പോൾ ഉടനെ തന്നെ ദീർഘശ്വാസം വിട്ടിട്ട് ഇഷ്ടമുള്ള ദേവനെ ആജ്ഞാചക്രം നമ്മുടെ പിരികത്തിന്റെ നടുക്കാണ്. അവിടേക്ക് ഒരു ഇഷ്ടമുള്ള ദേവനെ, ഇഷ്ടമുള്ള ദേവിയെ വെച്ചിട്ട് മാതാവ്, പടച്ചോനെങ്കിൽ പടച്ചോൻ, അല്ല നമ്മുടെ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, ദേവി ആരെയാണോ ഇതിനെ സങ്കല്പിച്ച് കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക. തീർച്ചയായിട്ടും അവർക്ക് പ്രശ്നങ്ങൾ സൊല്യൂഷൻ ആയിരിക്കും. ഒരു 1/2 മണിക്കൂർ കൊടുത്താൽ മതി, ശരിയായിക്കോളും. ഇതെന്റെ അനുഭവം തന്നെ ഞാനീ പറയുന്നത്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത അനുഭവമാണ്. ഇതിനെയാണ് നമ്മൾ റേക്കി എന്നൊക്കെ പറയുന്നത്. പഠിച്ചില്ലെങ്കിൽ ശരി, പഠിച്ചാലും ശരി, ഇങ്ങനെ ചെയ്താൽ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? കൈ രണ്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ കാണിക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് കുറച്ചു നേരം ഇരിക്കുക. ഇതിനൊക്കെ അർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പ്രയാസം വരും. അതും പറ്റില്ലെങ്കിൽ ഇതിങ്ങനെ പിടിക്കുക, കൈ ചുരുട്ടി പിടിച്ചിരിക്കുക, വിടുക, ചുരുട്ടി പിടിക്കുക, വിടുക. കാരണം നമ്മൾ വിരലുകളിലാണ് ഞരമ്പുകളുടെ എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെ വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലാക്സേഷൻ വരും, പെട്ടെന്ന് വിഷമങ്ങൾ മാറും. നമ്മുടെ ശരീരത്തിൽ 7 ഊർജ കേന്ദ്രങ്ങളാണുള്ളത്. ഇപ്പൊ നമ്മുടെ നട്ടെല്ലിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് മൂലാധാര ചക്രം എന്ന് പറയും. ഈ മൂലാധാര ചക്രത്തിലാണ് ധനത്തിൻ്റെതായ കാര്യങ്ങളുള്ളത്. അവിടെയാണ് ഉള്ളത് ആരുള്ളത്? വിനായകൻ, ഗണപതി. അപ്പൊ ആ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആയാൽ അവന് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ടാവും. ഈ അടുത്ത ചരിത്രമായിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ദാമ്പത്യ കലഹം ഉണ്ടാവില്ല, ഭാര്യ ഭർത്താവ് കലഹം ഉണ്ടാവില്ല. ഇതൊക്കെ വളരെ നല്ലതാണ്. മണിപൂര ചക്രമാണ്, സൂര്യനോട് ബന്ധപ്പെട്ടാണ്. മണിപൂര ചക്രം ബ്ലോക്ക് ആയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അഥവാ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കില്ല, പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഭക്ഷണം നന്നായിട്ട് കഴിക്കാനും നല്ല ഭക്ഷണങ്ങൾ ലഭിക്കാനും മണിപൂര ചക്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അടുത്തതാണ് അനാഹൃത ചക്രം. ഈ അനാഹൃത ചക്രം എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ചക്രമാണ്. ഈ ചക്രം ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും മനസ്സിലാക്കി നമ്മളെ കടിച്ചിരിക്കും, അറ്റ്ലീസ്റ്റ് ചിരിക്കുകയും ചെയ്യും. വിശുദ്ധി ചക്രം അടുത്ത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഒക്കെ അടുത്ത് വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ചെയ്യാൻ തൈറോയ്ഡ് ഉണ്ടാവില്ല. വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടും. ഇന്ന് സംഭവിക്കാൻ പോകുന്നു, ഇന്ന കാര്യങ്ങൾ വരാൻ പോകുന്നു, ഇന്നാണ് സംഭവിക്കുന്നത്, നമുക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും. ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ 2 പിരിയങ്ങൾക്കിടയിൽ കാണുന്ന ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിൽ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സമ്പത്ത്, സമാധാനം, സന്തോഷമെല്ലാം ഉണ്ടാവും. സഹസ്രാരത്തിന് ചക്രത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്ടിവേറ്റ് ആവും. അത് കാരണം നമ്മളാരുടെ സഹായം വേണ്ട, ഭഗവാന്റെ സഹായമാണ്. ഇങ്ങനെ എല്ലാ ചക്രങ്ങളെയും നമ്മൾ ആക്ടിവേറ്റ് ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കയറുകയില്ല, വരികയില്ല. യാതൊരു നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കുന്നതല്ല. അത്രത്തോളം പവർഫുള്ളാണ് ഈ ചക്രങ്ങളെല്ലാം. അതോടൊപ്പം തന്നെ നമ്മൾ സദാസമയം പോസിറ്റീവായി മാത്രമേ ചിന്തിക്കാവൂ, നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത്. എപ്പോഴും പോസിറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ പോസിറ്റീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും.
എന്താണോ ചിന്തിക്കുന്നത് അതാണ് പ്രപഞ്ചം പറയുന്നത് തഥാസ്തു എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ശകുനം എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ശകുനത്തിന് ആളെ കൊണ്ട് നിർത്താൻ പറ്റുമോ നമുക്ക്? അപ്പൊ നമ്മളെ ഈ ശകുനം ശരിയായി ചെന്നാൽ ഏത് ശകുനം വന്നാലും നമുക്ക് ഒരു വിഷയവുമില്ല. നമ്മൾ പോകുന്ന കാര്യങ്ങൾ സക്സസ് ആയിട്ട് വരികയും സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ റേക്കി എന്താണ്? റേക്കിയെ പറ്റി അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്കും അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹങ്ങൾക്കും റേക്കിയെ പറ്റി ഇതിനു മുമ്പ് ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയാൽ ലിങ്ക് ഇടുക അതിൻ്റെ കേട്ടോ. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൊണ്ട് നന്ദി, നമസ്കാരം.